കഴിഞ്ഞ തവണ നമ്മൾ മലയാളത്തിൽ നിന്ന് ആഗോളതലത്തിൽ 100 കോടി നേടിയ 15 സിനിമകളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഇത്തവണ കേരള ബോക്സ് ഓഫീസിൽ, അതായത് കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി അടിച്ച ചിത്രങ്ങളെക്കുറിച്ച് പറയാം. 15 പോലൊരു വലിയ ലിസ്റ്റൊന്നുമില്ല, ആകെ 3 എണ്ണം. കേരള ബോക്സ് ഓഫീസിൽ 100 കോടിയിലേക്ക് അടുത്തിടെ ഒരു എൻട്രി വന്നു. വാഴ 2. യെസ്, സോഷ്യൽ മീഡിയ താരങ്ങളായ ഹാഷിർ, അലൻ, വിനായക്, അജിൻ എന്നിവരുൾപ്പെടെ യുവതാരനിര പ്രധാന വേഷത്തിലെത്തിയ ഈ ചിത്രമാണ് ഏറ്റവും വേഗത്തിൽ 100 കോടി രൂപ കേരളത്തിൽ നിന്ന് നിലവിൽ നേടിയിരിക്കുന്നത്. 16 ദിവസങ്ങൾ കൊണ്ടാണ് ഈ സ്വപ്ന നേട്ടം വാഴ ടീം നേടിയത്. ആഗോള ബോക്സ് ഓഫീസിൽ 100 കോടി ക്ലബിൽ വേഗതയുടെ കാര്യത്തിൽ 4ാം സ്ഥാനമായിരുന്നു വാഴ 2വിന്. നിലവിൽ തിയേറ്ററിൽ പ്രദർശനം തുടരുന്ന ഈ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ 200 കോടി ക്ലബിലേക്ക് അടുക്കുകയുമാണ്. അടുത്ത കേരള 100 ക്രോർ ലിസ്റ്റിലെ 2ാം സ്ഥാനം അത് നമ്മുടെ ലാലേട്ടന്റെ തുടരുമെന്ന ചിത്രത്തിനാണ്. ലാലേട്ടൻ ഇല്ലാത്ത ഏത് ലിസ്റ്റ് അല്ലേ? 19 ദിവസങ്ങൾ എടുത്താണ് കേരള ബോക്സ് ഓഫീസ് 100 കോടി ക്ലബിലേക്ക് തരുൺമൂർത്തി ചിത്രം എത്തിയത്. ആഗോള 100 കോടി ക്ലബിലും 2ാം സ്ഥാനത്തായിരുന്നു തുടരുമിന്റെ സ്ഥാനം. മൂന്നാമത്തേത് മലയാളത്തിലെ കറന്റ് ഇൻഡസ്ട്രി ഹിറ്റ് ലോകയല്ലാതെ മറ്റാര്? ഏതാണ്ട് 25 ദിവസത്തോളം എടുത്താണ് കേരളത്തിൽ നിന്ന് കല്യാണി പ്രിയദർശൻ പ്രധാന വേഷത്തിലെത്തിയ ലോക ചാപ്റ്റർ 1 ചന്ദ്ര 100 കോടി സ്വന്തമാക്കിയത്. 300 കോടിക്കുമേൽ നേടി ഇൻഡസ്ട്രി ഹിറ്റടിച്ച സിനിമ കേരളത്തിന് പുറത്തുനിന്നും വലിയ നേട്ടം കൊയ്തിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. നമുക്കറിയാലോ, മലയാള സിനിമയ്ക്കിത് സുവർണ കാലമാണ്. വലിയ താരങ്ങൾ, ചെറിയ താരങ്ങൾ എന്നൊന്നുമില്ല, നല്ല സിനിമ നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട്. കേരളത്തിന് പുറത്തെ മാർക്കറ്റിലും നല്ല സ്വീകാര്യത തന്നെ മലയാള സിനിമകൾക്ക് ലഭിക്കാറുമുണ്ട്. കുറേ പടങ്ങൾ അണിയറയിൽ ഒരുക്കത്തിലാണ്. ഈ ലിസ്റ്റൊക്കെ വേഗത്തിൽ എണ്ണം കൂടും, ഒരു സംശയവും വേണ്ട.